ഹായ് ഗായ്സ് ഉദയനാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. പണ്ട് ഞാൻ ബസ്സിൽ കയറുമ്പോൾ ആലോചിക്കാറുണ്ട് എങ്ങനെ ഈ കണ്ടക്ടർമാർ ടിക്കറ്റ് അടിക്കുന്നതെന്ന് മെഷീനിൽ. ഇന്ന് ഞാനൊരു കണ്ടക്ടറാണ്. നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എങ്ങനെയാണ് ടിക്കറ്റ് കൊടുക്കണേന്ന്. വായോ. ഇന്ന് ഈ അപ്ഡേറ്റഡ് വേൾഡിൽ കെ എസ് ആർ ടി സിയുടെ മെഷീൻസ് അപ്ഡേറ്റഡ് ആണ് കേട്ടോ. സൺമി P2 ഒരു ആൻഡ്രോയിഡ് മെഷീനാണ് കെ എസ് ആർ ടി സി ടിക്കറ്റിംഗ് മെഷീനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും. അതായത് ഗൂഗിൾ പേ, വൈഫൈ, മറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് അടിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എൻ്റെ ഷെഡ്യൂളായ നെടുമങ്ങാട് മുരുക്കുമ്പുഴയിൽ മൊത്തം 11 ഫെയർ സ്റ്റേജസ് ആണുള്ളത്. കിലോമീറ്റർ അടിസ്ഥാനത്തിലാണ് ഫെയർ സ്റ്റേജസ് കണക്കാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 11 ഫെയർ സ്റ്റേജിൽ മിനിമം വരുന്നത് 10 രൂപയും മാക്സിമം വരുന്നത് 36 രൂപയാണ്. ഇപ്പോൾ നെടുമങ്ങാട് നിന്ന് കയറുന്ന ഒരാൾ 10 രൂപ തന്നാൽ അവർക്ക് ഫസ്റ്റ് ഫെയർ സ്റ്റേജായ വേങ്കവിള വരെ യാത്ര ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 36 രൂപയാണ് തരുന്നതെങ്കിൽ അവർക്ക് മുരുക്കുമ്പുഴ വരെ യാത്ര ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കോളത്തിൽ ആൾ കയറുന്ന സ്ഥലവും രണ്ടാമത്തെ കോളത്തിൽ ആൾ ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 4 ഓപ്ഷൻ വരും: UPI, ക്യാഷ്, കാർഡ്, ചെലവ് പേ. അപ്പോൾ ഇതിൽ ഏതാണോ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യുക, ടിക്കറ്റ് കൊടുക്കുക. മെഷീൻ അയച്ചാൽ നമുക്ക് റാക്ക് ഉണ്ടാവും കേട്ടോ. പക്ഷേ റാക്ക് അത്ര സിമ്പിളല്ല. ഒരു ടിക്കറ്റിന് വരെ ഒരാൾക്ക് 6 ടിക്കറ്റ് വരെ കൊടുക്കേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ KSRTCയിലെ മറ്റു വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം.